ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും രാജ് ട്യൂബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗൾഫിലേക്ക് ജോബ് നേടുന്നത് എങ്ങനെയാണെന്നും അതിനൊക്കെ എങ്ങനെയാണ് വരുന്നതിനെയൊക്കെ പറ്റിയുള്ള കുറച്ച് ടിപ്സുകളൊന്നും പറയാൻ കരുതിയിട്ടാണ്. കാരണം കുറേ പേര് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട്. കാരണം ഞാൻ 15 വർഷമായിട്ട് ഇവിടെ ദുബായിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എനിക്ക് തോന്നിയത് എന്നാൽ പിന്നെ ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ ഈ വീഡിയോ ഇവിടെ ചെയ്താൽ അപ്പോൾ കുറച്ച് പേർക്ക് ഈ സംഭവങ്ങൾ എത്തുമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ജോബ് അന്വേഷിച്ച് വരുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ വരുന്നതിന് മുമ്പിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആ ടിപ്പിക്കൽ ബയോഡേറ്റ ഉണ്ടല്ലോ നമ്മുടെ മല്ലൂസിൻ്റെ, ആ സാധനം മാറ്റിയിട്ട് നല്ല അടിപൊളി ഒരു CV ഉണ്ടാക്കുക. അപ്പോൾ CV എന്ന് പറയുമ്പോൾ മാക്സിമം 2 പേജ്. അപ്പോൾ CVക്കകത്ത് നമ്മൾ ഒറ്റപ്ലാവലയിൽ വീട്, അറുന്നൂറ്റിമംഗലം PO, പിൻകോഡ് 691537 എന്നൊന്നും വേണ്ട. ഓക്കെ, നമ്മുടെ പേര്, നമ്മുടെ ഒരു കോൺടാക്റ്റ് നമ്പർ, നമ്മുടെ ഒരു ഇമെയിൽ ID, നമ്മുടെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യുക, നമ്മുടെ എക്സ്പീരിയൻസ് മെൻഷൻ ചെയ്യുക, അവൈലബിൾ ഇമ്മീഡിയറ്റ്ലി, പാസ്പോർട്ട് നമ്പർ എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഓക്കെ, കുറേ വെബ്സൈറ്റ് ഉണ്ട്, ജോബിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ള കുറേ വെബ്സൈറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ Naukri.com, Indeed, Dubizzle. അപ്പോൾ ഇങ്ങനെയുള്ള വെബ്സൈറ്റിലൊക്കെ കയറിയിട്ട് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ CV ആദ്യം അതിൽ അപ്ലോഡ് ചെയ്യുക. അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ക്ലയൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ഇങ്ങനെയുള്ള വെബ്സൈറ്റോ ആൾക്കാരുമായിട്ട് അവർ HR ത്രൂ ആണ് ഈ ആൾക്കാരൊക്കെ കുറച്ചൊക്കെ ഹയർ ചെയ്യുന്നത്, ഫ്രഷേഴ്സിനെയൊക്കെ ഹയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനികൾ എപ്പോഴും ഈ വെബ്സൈറ്റ് റിവ്യൂ ചെയ്തിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ അതിനകത്ത് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലോക്കൽ എക്സ്പീരിയൻസ് ഉള്ളതെന്ന് എനിക്കറിയാം, അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ കോൺടാക്റ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഗൾഫിലേക്ക് വരാം. ഗൾഫ് എന്ന് പറഞ്ഞാൽ ഞാൻ UAE-യിലാണ്, മീൻസ് ദുബായിലാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്, മറ്റുള്ള സ്ഥലത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ വരാം. 2, നമ്മൾ ദുബായിലേക്ക് അല്ലാതെ വരുന്ന ആൾക്കാർ, ദുബായിലേക്ക് അതായത് ഇപ്പോൾ റിലേറ്റീവ്സ് ത്രൂ വരുന്നവരുണ്ടാവാം, കസിൻസ് ത്രൂ വരുന്നവരുണ്ടാവാം. റിലേറ്റീവും കസിനും എല്ലാം കറക്റ്റാണ്, ഒന്നാണ്. പിന്നെ കൂട്ടുകാർ ത്രൂ വരുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ നാട്ടുകാർ ത്രൂ വരുന്നവരുണ്ടാവാം. അപ്പോൾ ഇവരെല്ലാം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ വെബ്സൈറ്റുകളിലും അവിടെ ഇവിടെയൊക്കെ നോക്കിയൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതായത് ഇപ്പോഴത്തെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇപ്പോൾ ദുബായിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അതിൻ്റെ പ്രൂഫ് കാണിക്കണം. നിങ്ങളുടെ എക്സ്പെൻഡ് ചെയ്യാനുള്ള ക്യാഷ് ഉണ്ടാവണം കയ്യിൽ, ഏകദേശം 5000 ദിർഹംസ്, അതായത് ഇന്ത്യൻ മണി ഏകദേശം 1,15,000 രൂപ, 25,000 രൂപ, 1,25,000 രൂപ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ വേറൊരു കാര്യം കൂടെ ചെയ്യണം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ നോർക്ക വഴി ഒന്ന് അറ്റസ്റ്റ് ചെയ്തേക്കുക. ഓക്കെ, അതായത് നിങ്ങളുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഏതാണ് നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ +2 മാത്രമേ ഉള്ളെങ്കിൽ +2ൻ്റെ സർട്ടിഫിക്കറ്റും നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യുക. ഗ്രാജുവേഷൻ ആണെങ്കിൽ ഹയർ ഗ്രാജുവേഷൻ ഏതാണ് അത് അറ്റസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് അറ്റസ്റ്റ് ചെയ്ത് ഫോറിൻ അഫയേഴ്സും എല്ലാം അറ്റസ്റ്റ് ചെയ്യണം. ഇന്ത്യൻ എംബസിയും ഫോറിൻ അഫയേഴ്സും എല്ലാം അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് താമസിക്കാൻ 2 ഓപ്ഷൻസ് ഉണ്ട്. മീൻസ് ഒന്ന്, നിങ്ങൾക്ക് ദുബായിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോടൊക്കെ താമസിക്കാം. അതല്ലെങ്കിൽ അംഗീകൃത ബാച്ചിലർ അക്കോമഡേഷനിൽ നിങ്ങൾക്ക് താമസിക്കാം. അപ്പോൾ കമ്പയർ ടു ദുബായ് ആൻഡ് ഷാർജ, ലിവിങ് കോസ്റ്റ് ഷാർജ കുറച്ച് കുറവാണ്, ദുബായിൽ കുറച്ച് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഷാർജയിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട്, ദുബായിലേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ദുബായിലാണെങ്കിൽ ദുബായിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോകാൻ മെട്രോ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെല്ലാം നമുക്കൊരു ചെറിയൊരു നോൾ കാർഡ് എന്ന് പറഞ്ഞാൽ RTO കൊടുക്കുന്നൊരു കാർഡുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാർഡ് വാങ്ങി നിങ്ങൾക്ക് ഈ 2 ട്രാൻസ്പോർട്ടേഷനും ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മളിവിടെ താമസിക്കാനായിട്ട് കോസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാച്ചലർ അക്കോമഡേഷൻ ഇപ്പോൾ ലേഡീസിനായാലും ജെൻസിനായാലും ഏകദേശം 800 dirhams to 1000 dirhams ഒരു സ്റ്റാൻഡേർഡ് എക്സിക്യൂട്ടീവ് അക്കോമഡേഷൻസിൻ്റെ റേറ്റ് വരുന്നത്. അതിൽ കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അത് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നീട് നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ ഫുഡിൻ്റെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 500 dirhams, 350-500 dirhamsൻ്റെ ഫുഡിൻ്റെ കോസ്റ്റ് വരുന്നത്. പിന്നീട് നിങ്ങൾക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസാണ്. അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള പൈസയാണ് പിന്നീട് നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ എക്സ്പെൻസുകളൊന്നും തന്നെ ഞാൻ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ജോബ് കണ്ടുപിടിക്കുന്നതിനുള്ളൊരു കടമ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എക്സ്പീരിയൻസ് ഇല്ലല്ലോ. സത്യമാണ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് കൂടുതലും ആൾക്കാരെ പ്രിഫർ ചെയ്യുന്നത്. കാരണം എക്സ്പീരിയൻസ് ഉള്ളവരാകുമ്പോൾ അവർക്ക് അവരായിട്ടുള്ള കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്ത് പെട്ടെന്ന് കിട്ടുന്നു. അവർക്ക് അഡീഷണൽ മാൻ പവർ എടുത്ത് വെച്ചിട്ട് അതേ സാലറി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണ് കമ്പനികൾ കൂടുതലും ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളതിനെ പറ്റും വിഷമിക്കേണ്ട. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ദുബായിലെത്തുക അല്ലെങ്കിൽ ഗൾഫിലെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ നിങ്ങളുടെ കടമ്പ. വന്നാൽ ഉടനെ പിറ്റേന്ന് തൊട്ട് നിങ്ങൾക്ക് കോടീശ്വരന്മാരാവും എന്നുള്ള ചിന്തയെ വെച്ച് ആരും ഇങ്ങോട്ട് വരരുത്. ഓക്കെ, 2 വർഷം കൊണ്ട് വന്നിട്ട് സെറ്റിലായി പോകുമെന്ന് പറഞ്ഞ് വന്ന ആളാണ് ഞാൻ. 15 വർഷമായിട്ട് ഇപ്പോഴും സെറ്റിൽ ചെയ്യുന്ന ഒന്നാമത് പ്ലാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയുള്ള ഒരു പ്ലാൻ വേണ്ട. മിനിമം ഒരു 5 വർഷമൊക്കെ നിൽക്കാം എന്നുള്ള മെൻറ്റാലിറ്റിയൊക്കെ മൈൻഡ് സെറ്റൊക്കെ ആക്കിയിട്ടൊക്കെ വരണം. മീൻസ് ഇവിടെ കണ്ടിന്യൂസ് വരെ നിൽക്കുന്ന കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വന്നിട്ട് ലീവിനൊക്കെ പോകാം,
പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് ജോബ് ചെയ്യുന്ന ഒരു കാലയളവാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം വന്ന് നിങ്ങൾക്ക് വേണ്ടി 2 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഏത് ജോബിന്, അതായത് ചെറിയ സാലറിക്ക്, ഫോർ എക്സാമ്പിൾ 2000 3000 ദിർഹംസ് അല്ലെങ്കിൽ 4000 ദിർഹംസിനൊക്കെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ചാടി കയറി ജോയിൻ ചെയ്യുക. എന്നിട്ട് അവിടെ നിൽക്കുക. അവിടെ നിന്നിട്ട് നിങ്ങളെപ്പറ്റി വിലയിരുത്തുക. ഓക്കെ, നിങ്ങളുടെ കഴിവെന്താണ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇപ്പോൾ എങ്ങനെയായി, നിങ്ങൾ കുറച്ചും കൂടെ ഫ്ലുവൻ്റ് ആയോ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങളൊന്ന് വിലയിരുത്തണം ഈ 2 വർഷത്തെ ടൈം. ഓക്കെ, അപ്പോൾ ഈ 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ ഇവിടുന്ന് കുറച്ച് കണക്ഷനൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. കുറേ ആൾക്കാരെ മനസ്സിലാവും, നിങ്ങൾക്ക് ഇവിടുത്തെ ബിസിനസ് മനസ്സിലാവും, ഇവിടുത്തെ മാർക്കറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ജോബ് സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ജോബ് സ്വിച്ച് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണ്? മിനിമം ഒരു 20 to 30% ഹൈക്ക് നിങ്ങൾക്കുണ്ടാവും സാലറിയുടെ. ഒരു ജോബിൽ തന്നെ നിങ്ങളിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, അതായത് കംഫർട്ട് സോണിൽ നിൽക്കുകയാണെങ്കിൽ, അത് റിസ്കി സോണാണെന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ കംഫർട്ട് സോണിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4-5% ആയിരിക്കും സാലറി ഇൻക്രിമെൻറ്റ് മോസ്റ്റ് ഓഫ് ദ കമ്പനികളും കൊടുക്കുക. 15% കിട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2 വർഷം നിന്ന് നമ്മൾ ജോബൊക്കെ പഠിച്ച് മാർക്കറ്റെല്ലാം പഠിച്ചിട്ട് നമ്മൾ സ്വിച്ച് ചെയ്ത് അടുത്ത ജോബിലേക്ക് മാറി അവിടെ തൊട്ടാണ് ആക്ച്വലി നമ്മുടെ ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സാലറി ഗ്രോത്തും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. എല്ലാവർക്കും കഴിവുള്ള മനുഷ്യരാണ്. എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റിയുടെ കുറവാണ് ഉള്ളത്. എല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ള ഒരു മേഖല ഉണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കഴിവുകളുണ്ടാവാം. അതൊരു പക്ഷേ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾക്ക് മാത്രമായിരിക്കില്ല, നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഉണ്ടാവും. മീൻസ് പഠിച്ചവർ ഇപ്പം പഠിച്ച അതേ കാര്യങ്ങളായിരിക്കത്തില്ല ഇവിടെ ചെയ്യുന്നത്. ചിലപ്പോൾ അവിടെ വന്നിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യും, ചിലപ്പോൾ ചിലർ ബിസിനസ്സിലേക്ക് മാറും, ചിലർ ബിസിനസ് ചെയ്യും. അപ്പോൾ അതിനെല്ലാം ഒരു പറ്റിയ ഒരു സ്ഥലമാണ് ദുബായ് എന്ന് പറയുന്നത്. ബിസിനസ്സും ചെയ്യാം, നിങ്ങൾക്ക് ജോബും ചെയ്യാം, ഹൈ സാലറി ഏൺ ചെയ്യാനും പറ്റും. ഓക്കെ, പിന്നെ നഴ്സുമാരുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, DHA MOH എന്ന് പറയുന്ന 2 ഒരു ലൈസൻസ് ഉണ്ട് ഇവിടെ. അതായത് ദുബായിലുള്ളവർക്ക് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ DHA, മറ്റുള്ള എമിറേറ്റ്സിൽ നോർത്തേൺ എമിറേറ്റ്സ് മറ്റുള്ള എമിറേറ്റ്സുകളിലേക്ക് MOH ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിന് ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സാം ഉണ്ട്, ഡിഫറൻ്റ് ആയിട്ടുള്ള ലൈസൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് പ്രാപ്തമാക്കണമെങ്കിൽ അതിനായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണമല്ലോ, അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ നാട്ടിലും അതിൻ്റെ സെൻറ്ററുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഈ പരീക്ഷയൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള സഹായിക്കുന്ന സെൻറ്ററുകളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുക. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊക്കെ ലൈസൻസൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് തീർച്ചയായിട്ടും ജോബ് അന്വേഷിച്ച് ഏതെങ്കിലും ഹോസ്പിറ്റലോ ക്ലിനിക്കിലോ ഒക്കെ ജോബിന് കയറാമെന്നുള്ളതാണ്. അതിനകത്തൊന്നും യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല. അതിനൊന്നും നിങ്ങൾ പോയിട്ട് ഒരു ഏജൻസിയും കാണുകയും അവർക്കൊന്നും ഒരുപാട് പൈസയൊന്നും വാരിക്കോരി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കമൻറ്റ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഞാനത് വായിച്ച് നോക്കിയിട്ട് അതിന് നിങ്ങൾക്ക് ആ കമൻറ്റിൽ എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറുപടി ആയിട്ടോ ഞാനത് തരുന്നതായിരിക്കും. അതിനകത്തൊരു കുഴപ്പമില്ല. പിന്നീട് മറ്റുള്ള പ്രൊഫഷണൽസിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യലും സൈറ്റ് ഫ്രീക്വൻ്റായിട്ട് വിസിറ്റ് ചെയ്യുക, ലിങ്ക്ഡിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ലിങ്ക്ഡിൽ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള ജോബ് ഹണ്ടിങ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുവിധമുള്ള കാര്യങ്ങൾ ഇപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഇവിടെ വരുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഈ വീഡിയോയിലൂടെ കൺവേ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. ഞാനത് റിവ്യൂ ചെയ്തിട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് വഴി തന്നെ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള സുഹൃത്തുക്കൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ വണക്കം.